new classes for English learning and speaking lesson 3. In lesson 3, we are going to discuss about modal auxiliaries or modal verbs. നമ്മൾ ലെസൺ 3 modal auxiliaries അഥവാ modal verbs നെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Modal auxiliaries or modal verbs used to indicate permission, request, ability, order, suggestion, advice, etc. സാധാരണയായി modal auxiliaries ഇംഗ്ലീഷിൽ പെർമിഷൻ ചോദിക്കാനോ അഥവാ അനുവാദം ചോദിക്കാനോ റിക്വസ്റ്റ് ചെയ്യാനോ അപേക്ഷിക്കാനോ എന്തെങ്കിലും കഴിവിനെയോ അല്ലെങ്കിൽ ഓർഡർ ചെയ്യാനോ സജഷനെയോ ഒക്കെയാണ് സാധാരണയായി ഉപയോഗിക്കാറുള്ളത്. ഫോർ എക്സാമ്പിൾ can, could, may, might, shall, should, will, would, must, ought to. I repeat, can, could, may, might, shall, should, will, would, must, ought to. Today we can discuss the modal auxiliary can. Can എന്നുള്ള modal auxiliary or modal verb ഇംഗ്ലീഷിൽ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഉപയോഗിക്കുക എന്ന് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റും. First one is ability. It is used to indicate an ability. എന്തെങ്കിലും കഴിവിനെ സൂചിപ്പിക്കാൻ വേണ്ടി can ഉപയോഗിക്കാം. For example, I can speak English. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കുവാൻ കഴിയും. ശ്രുതി can make paper flowers. ശ്രുതിക്ക് പേപ്പർ ഫ്ലവേഴ്സ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അതാണ് എബിലിറ്റി എന്നുള്ള ഒരു കഴിവിനെ സൂചിപ്പിക്കാൻ വേണ്ടി can ഉപയോഗിക്കുന്നത്. റൈറ്റ്. സെക്കൻഡ് വൺ ഈസ് പോസിബിലിറ്റി അഥവാ സാധ്യത. എന്തെങ്കിലും ഒരു സാധ്യതയെ സൂചിപ്പിക്കാൻ വേണ്ടി can ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, സ്മോക്കിംഗ് can cause cancer. സ്മോക്കിംഗ് പുകവലി ക്യാൻസറിന് കാരണമായേക്കാം, ഒരു സാധ്യതയാണ്. വാക്കിംഗ് can improve his health. വാക്കിംഗ് നടത്തം അവന്റെ ആരോഗ്യത്തെ വർദ്ധിപ്പിച്ചേക്കാം. Then possibility. Here we use can for indicating the possibility. Next one is to ask permission in informal way. Informal way അഥവാ അനൗപചാരികമായിട്ടുള്ള വേല് പെർമിഷൻ ചോദിക്കാൻ, അനുവാദം ചോദിക്കാൻ വേണ്ടി can ഉപയോഗിക്കാം. There are two forms of language, formal and informal. Formal, we use formal language to strange people or to enquiring something to someone like that. ആരെങ്കിലും കുറിച്ച് എവിടെയെങ്കിലും ഓഫീസിലോ വേറെ ഒഫീഷ്യൽ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ അപരിചിതരോട് സംസാരിക്കുമ്പോഴാണ് ഫോമൽ ലാംഗ്വേജ് ഉപയോഗിക്കുക. ഇൻഫോർമൽ ലാംഗ്വേജ്, വി യൂസ് ഇൻഫോർമൽ ലാംഗ്വേജ് ടു അവർ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് or cousins or like that. To close people we use the informal language. Here can is used to indicate to ask permission in informal way. Informal way എങ്ങനെയാണോ പെർമിഷൻ ചോദിക്കേണ്ടത് അതിനാണ് can ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, can I sit with you? ഞാൻ നിന്റെ അടുത്ത് ഇരുന്നോട്ടെ. Can I use your mobile phone? ഞാൻ നിന്റെ മൊബൈൽ ഉപയോഗിച്ചോട്ടെ എന്നുള്ള രണ്ട് എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആസ്ക് പെർമിഷൻ. അതേപോലെ തന്നെ അറ്റ് ദ സെയിം ടൈം റിക്വസ്റ്റ് ഫോർ ആസ്കിംഗ് റിക്വസ്റ്റ്, എന്തെങ്കിലും ഒരു അപേക്ഷിക്കാൻ വേണ്ടി നമുക്ക് can ഉപയോഗിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, can you help me please? ദയവായി എന്നെ സഹായിക്കൂ. Can you lend me your pen? എനിക്ക് താങ്കളുടെ പേന ഒന്ന് തരുമോ? അങ്ങനെയുള്ള റിക്വസ്റ്റിനും ഇൻഫോർമൽ വേയിലുള്ള റിക്വസ്റ്റിനും can ഉപയോഗിക്കാം. നെക്സ്റ്റ് വൺ ഈസ് ഓഫർ. എന്തെങ്കിലും ഓഫർ ചെയ്യാൻ വേണ്ടി can ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, can I help you? ഞാൻ താങ്കളെ ഹെൽപ്പ് ചെയ്യട്ടെ. Can I carry your bags for you? ഞാൻ താങ്കളെ സഹായിക്കട്ടെ, താങ്കളുടെ ബാഗ് എടുത്ത് താങ്കളെ സഹായിക്കട്ടെ എന്നുള്ള ഓഫർ ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ can ഉപയോഗിക്കാം. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ഈസ് can't അഥവാ cannot. അതായത് സാധിക്കില്ല, കഴിയില്ല എന്ന് പറയാൻ വേണ്ടി can't അല്ലെങ്കിൽ cannot ഉപയോഗിക്കാം. സോറി, I can't help you. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. You can't go to the class. നിങ്ങൾക്ക് ക്ലാസ്സിന് പോവാൻ സാധിക്കില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് can't അഥവാ cannot ഉപയോഗിക്കാം. നെക്സ്റ്റ് ക്ലാസ് we can discuss about could. ഇതിന്റെ തന്നെ പാസ്റ്റ് ടെൻസ്, canന്റെ തന്നെ പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് എബിലിറ്റി ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമുക്ക് could യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്ലാസ് we can discuss about could and another modal auxiliaries. So thank you for watching my class. See you the next class. Bye.